റോഡിൽ പോയ ലോറി തെന്നി മറിഞ്ഞു. നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ കവള് മുറിഞ്ഞു. അടികൈ. ഈ ഫ്ലവർ പോട്ട് കൊണ്ട് നിന്റെ കഥ ഞാനിന്ന് കഴിക്കും. എന്നെ വിട്, വിടാൻ. ഒന്ന് പോകുന്നുണ്ടോ? എന്നെ നുറങ്ങാൻ വിട്. എന്നെ എന്തിനാ അങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എവിടേക്കായി പോകുന്നത്? നിക്കവിടെ. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എടാ വേണ്ട, നിൽക്ക്. വെറുതെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുരങ്ങനെ പട്ടി കടിച്ചു. എന്നെ തല്ലുന്നല്ലോ. നിനക്കെന്താ വട്ടുപിടിച്ചോ? അടികൈ. അത് ശരി, കണ്ണാ സാറിന്റെ തലയുടെ പുറത്തിരിക്കുകയാണോ? വിടില്ല ഞാൻ, വെറുതെ വിടില്ല. നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എന്തിനാണ് മുതിർന്നവരെ ഇങ്ങനെ തല്ലുന്നത്? അത് ശരി, അപ്പൊ മുതിർന്നവരെ തല്ലാൻ പാടില്ലല്ലേ? നീ എന്തിനാ എന്നെ തല്ലിയേ? സോർദാർ പറഞ്ഞോണ്ടാ. ഞാൻ എപ്പോഴാ ബണ്ണിയെ തല്ലാൻ പറഞ്ഞത്? നീയല്ലേ ഇപ്പൊ പറഞ്ഞത് മുതിർന്നവരെ തല്ലാൻ പാടില്ലെന്ന്? ബണ്ണി എന്റെ ഇളയതാ, അതുകൊണ്ടാ ഞാൻ അവനെ തല്ലിയത്. നീ എന്തിനാണ് അളിയനെ തല്ലുന്നേ? എന്തായാലും ആടന്റെ അളിയനല്ല, ഇനി അവനെ തല്ലാം. അല്ല, ആരാണവൻ? നീ എന്തിനാ അവനെ തല്ലിയത്? അവൻ ആരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്തായാലും അവൻ എന്റെ അളിയനല്ല. എന്ന് വെച്ചാ? ബണ്ണിയല്ലേ പറഞ്ഞത് അളിയന്മാരെ തല്ലാൻ പാടില്ലെന്ന്? അവൻ എന്റെ അളിയനല്ല, അതുകൊണ്ടാ ഞാൻ അവനെ തല്ലിയത്. ഇവന് വട്ടുപിടിച്ചെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? റോഡിൽ പോകുമ്പോൾ വരുന്ന വണ്ടികളെ സൂക്ഷിക്കണം. ഇവനെ എത്രയും വേഗം ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കണം. അടികൈ. ഡോക്ടറിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഹണി, നീ ഇരിക്ക. ജോർദാർ, കുറച്ച് വെള്ളം കൊണ്ടുവാ. എന്താ പറ്റിയത്? നിനക്കെന്താ അത്രയ്ക്ക് ദേഷ്യം? എടാ പൊപ്പട്ട്, ജോർദാറിന്റെ വയറ്റിനകത്ത് പോയി. പോപ്പട്ടല്ല, ഗ്ലാസ് ആണ് പോയത്. ഗ്ലാസിനകത്ത് പൊപ്പട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. വയറ്റിനകത്ത് പോയവൻ വീട്ടിൽ തിരിച്ചെത്തി. എന്നെ എന്തിനെങ്കിലും വെറുതെ തല്ലുന്നത്? സംശയമുണ്ടോ?
നിക്ക്, ഇന്ന് നിന്നെ ഞാൻ ചമ്മന്തിയാക്കും. യാ! വേണ്ട. ഹേയ്. എന്തായാലും പോയി, രക്ഷപ്പെട്ടു. വീണ്ടും വന്നോ? ഇന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും. എടാ, വേണ്ട, ഓടിക്കോ. റോഡിൽ പോയ ലോറി തെന്നി മറിഞ്ഞു. നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ കവള് മുറിഞ്ഞു. അടികൈ. ഈ ഫ്ലവർ പോട്ട് കൊണ്ട് നിന്റെ കഥ ഞാൻ ഇന്ന് കഴിക്കും. എന്നെ വിട്, വിടാൻ. ഇവൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഇവന്റെ തലയിൽ ഐസ് വെച്ചാലേ ഇത് മാറുകയുള്ളൂ. സംശയമുണ്ടോ? ജോർദാറെ, ഐസ് കൊണ്ടുവാ. ഹണി, നീ ഇവിടെ ഇരിക്ക. ഇല്ല, അവനെ കൊന്നിട്ടേ ഞാൻ ഇനി ഇരിക്കുകയുള്ളൂ. തണുത്താൽ എല്ലാം ശരിയാകും. എനിക്ക് ഒന്നാമത്തെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും നിങ്ങളെല്ലാം ദേഷ്യം പിടിപ്പിക്കുകയാണോ? ആദ്യം നിന്നെയൊക്കെ ഒരു വഴിയാക്കേണ്ടത്. രക്തം കുടിക്കുന്ന കൊതുകിനെ എന്തിനാ കൊല്ലുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലുന്നത്? അടികൈ. മാഡം, ഹണി, നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ അമ്മച്ചി, അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? കമ്പിളിപ്പുഴു കടിച്ചത് കൊണ്ട് ചർമ്മം തടിച്ചു. നിങ്ങളുടെ ഹണിക്കിപ്പോൾ ശരിക്കും വട്ടുപിടിച്ചു. അടികൈ. സത്യം, രാവിലെ മുതൽ ഇവൻ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങളെ എല്ലാരും തല്ലുന്നുണ്ട്. അതെ മേഡം, ഇവൻ എന്നെയും തല്ലി. സോർദാർ എന്നോട് പറഞ്ഞത് മൂത്തവരെ അടിക്കാൻ പാടില്ലെന്ന്. ബണ്ണി എന്റെ ഇളയതാ, അതുകൊണ്ടാ തല്ലിയത്. ഞാൻ അവനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം അവൻ കന്നാ സാറിനെ തല്ലുകയായിരുന്നു. ഞാൻ കന്നാ സാറിനെ തല്ലിയിട്ടേ ഇല്ല. പൈപ്പ് തുറന്നാൽ കിട്ടുന്നത് വെള്ളമാണ്. ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. അടികൈ. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഈച്ചയാണ് തല്ലി ഓടിച്ചത്. സത്യമാണെന്ന് ഹണി പറയുന്നത് മൊത്തം കള്ളമാണ്. കേട്ടോ മിസ് കാട്കർ? ഇവൻ എന്നെ ഈച്ച എന്ന് വിളിക്കുന്നു. ഞാൻ ഈച്ചയാണ് ഈച്ച എന്ന് പറഞ്ഞത്. ഒരു മിനിറ്റ്, എന്താ സംഭവിച്ചത്? രാവിലെ മുതൽ ഒരു ഈച്ച എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുകയായിരുന്നു. ഞാൻ അവനെയാണ് തല്ലിയത്. അപ്പൊ കന്നാ സാർ അവിടെ വന്നു. അപ്പൊ നീ പാന് കൊണ്ട് തല്ലിയത് ഈച്ചയായിരുന്നോ? അതെന്നെ, പിന്നെ അത് വെച്ചുകൊണ്ട് സിംഹത്തെ തല്ലാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ എന്റെ തലയിൽ അടിച്ചത്? ആ സമയത്ത് ആ ഈച്ച അങ്ങയുടെ തലയുടെ പുറത്തിരിക്കുകയായിരുന്നു. ഓഹോ, ഇപ്പോഴാണ് കാര്യം എനിക്ക് പിടികിട്ടിയത്. നിങ്ങൾ എല്ലാവരും ഹണിക്ക് വട്ടുപിടിച്ചെന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ കഴുത തന്നെയാണ്, പക്ഷെ വട്ടനല്ല. ഇവന്റെ മണ്ടത്തരം കാരണം ഞങ്ങളെ ഇന്ന് ഭ്രാന്തി പിടിപ്പിച്ചു. നീ ഈച്ച അടിക്കായിരുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞൂടായിരുന്നോ? സോറി. നീ സത്യത്തിൽ കഴുതയാ, കഴുത. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഹണി, നിർത്ത്, അവനെ തല്ലുന്നത് നിർത്ത്. ഇല്ല, ഇന്ന് ഇവന്റെ കഥ കഴിച്ചിട്ട് എനിക്കിനി വേറെ ജോലിയുള്ളൂ. വല്യളിയ, തല്ലരുത്. ഞാൻ നിന്റെ കുഞ്ഞളിയനാണ്. കൊച്ചളിയാ, അനങ്ങരുത്. ഓഹോ, ഹണി, എല്ലാം കഴിഞ്ഞു. ഇനി ആരെയും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. രക്ഷിക്കണേ. നിൽക്കടാ അവിടെ. എങ്ങോട്ടാ ഓടുന്നത്? നിൽക്ക്. രാവിലെ മുതൽ നീ ഞങ്ങളെ ഒരുപാട് തല്ലി. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. സോറി. വിട്ടേക്ക്.